എല്ലാവർക്കും ഹംസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഒരു നല്ല അടിപൊളി ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കണ്ടേ? നല്ല അടിപൊളി ചിക്കൻ മന്തി. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബിരിയാണി അരിയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള അരി, ബിരിയാണിയുടെ അരി ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കുറച്ച് നീളമുള്ള അരിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഞാൻ 3 കപ്പ് അരിയാണ്, ഈ ഒരു കപ്പിന്റെ മെഷർമെന്റിലാണ് 3 കപ്പ് അരി എടുത്തിരിക്കുന്നത്. 2 ചിക്കൻ, ഈ ഒരു സൈസിലെ പീസസ് ആണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു വലിയ ടൊമാറ്റോ പ്യൂരിയാണത്. അത് മിക്സിയിലിട്ട് വെള്ളമുള്ളത് അടിച്ചെടുക്കുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. സ്പൈസസ് എടുത്തിരിക്കുന്നത് ബേ ലീഫ് 4-5, ഏലക്കായ 4-5 പീസസ്, കറിയാമ്പൂവ്, ഉണക്ക ചെറുനാരങ്ങ, ഒരു ഉണക്ക ചെറുനാരങ്ങ, 4-5 കറുവപ്പട്ട, ബട്ടർ, ഒരു വലിയ സവാള ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, മാഗി ക്യൂബ്സ് 2 എണ്ണം, 3 പച്ചമുളക്, ഓയില്, പെപ്പർ പൗഡർ, സാൾട്ട്, ചെറുനാരങ്ങയുടെ നീര്. ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്താൻ വെക്കാം. ഏകദേശം 3-4 മിനിറ്റ് മതി. ആ നേരം കൊണ്ട് നമുക്കൊരു കടായി വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം ഓയില് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറുവപ്പട്ട 4-5 ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുക. ബേ ലീഫ് ഇട്ട് കൊടുക്കുക. ഉണക്ക നാരങ്ങ, കറിയാമ്പൂവ്, ഏലക്ക, ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം വരും. അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന്റെ ചെറിയ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള സവാളയുടെ പേസ്റ്റ്, ഒരു സവാളയാണ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നല്ലതുപോലെ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ചെറുതായിട്ടൊന്ന് അതിലേക്ക് 2 മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ കൊടുത്താൽ മതി. 2 ചിക്കൻ മാഗി ക്യൂബ്സ് ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് എടുത്ത് വെച്ച പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി. ഇത് നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാനൊരു ഏകദേശം 3 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം നമ്മുടെ അരിക്കും കൂടി ആവശ്യത്തിനുള്ള വെള്ളമാണ് എടുക്കുന്നത്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. അതിന് കുറച്ചും കൂടി ഉപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ഇപ്പൊ നല്ലതുപോലെ ചിക്കൻ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇപ്പൊ നല്ലതുപോലെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റിയിട്ട് കാണും. ഇതെല്ലാം നമ്മൾ ചിക്കനൊക്കെ മാറ്റി കഴിഞ്ഞു, നല്ലപോലെ വെന്ത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ മാറ്റിയിട്ടുള്ള വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് ഇനി അരി ഇട്ട് വേവിക്കേണ്ടത്. ഈ ചിക്കനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഇത്തിരി കുറച്ച് ഒരു ഉപ്പ്. എന്നിട്ട് ജസ്റ്റ് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചിക്കനിലേക്ക് ഒന്ന് നല്ലതുപോലെ മസാലകളെല്ലാം തേച്ച് പിടിപ്പിക്കുക. പിന്നെ ആ സമയം കൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ചോറ് നല്ലതുപോലെ നെറ്റിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിൽ നമ്മളൊരു 5 മിനിറ്റോളം വെള്ളത്തിലിട്ടാൽ മതി. ഇനി നമുക്ക് ഈ വെള്ളം 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തെന്ന് പറഞ്ഞു. നമുക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന മെഷർമെന്റാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് ആ വെള്ളം ഒന്ന് അളന്ന് നോക്കണം. ഇനി എത്ര ബാലൻസ് നമുക്ക് ഇനിയും അതിലേക്ക് ആഡ് ചെയ്യാനുണ്ടെന്ന് നോക്കണം. ഇപ്പൊ ഏകദേശം എനിക്ക് ചിക്കന് അതിൽ നിന്ന് തന്നെ ഒരു ഏകദേശം 3.5 കപ്പോളം കിട്ടി. 1 കപ്പ് കൂടി എനിക്ക് ആഡ് ചെയ്യേണ്ടി വന്നുള്ളൂ. നല്ലതുപോലെ തിളയ്ക്കണം. നല്ലതുപോലെ വെട്ടി തിളക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി എടുത്ത് വെച്ചിട്ടുള്ള അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഓരോരുത്തർ ഉപ്പ് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് അതനുസരിച്ച് ഉപ്പിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഏകദേശം
ഒരു 1/2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് കുറച്ചെടുത്തിരിക്കുന്നത്. ചെറിയൊരു നാരങ്ങ അത് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മൂടി വയ്ക്കാം. വേവട്ടെ. തീ ജസ്റ്റ് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അതേ സമയം കൊണ്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഒരു ഏകദേശം 3 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഫസ്റ്റ് ബാച്ച് ആയിട്ട് ഞാൻ 4 പീസോളം ചിക്കൻ ഇട്ടാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓൾറെഡി ഇത് വെന്ത ചിക്കനാണ്. ജസ്റ്റ് അതിന്റെ പുറഭാഗത്ത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ചോറ് വെന്തോന്ന് നോക്കാം. ഏകദേശം 3/4 ഭാഗത്തോളം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ അടച്ചു വെക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടാനായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മറക്കരുത് നമ്മുടെ അരിയുടെ കാര്യം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സൈഡായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ കണ്ടില്ല, ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കാണാം. ഇനിയിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ചോറ് റെഡിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചോറിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നൊന്ന് തൊടാത്ത രീതിയിൽ വേണം കേട്ടോ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ എല്ലാം ആ ചോറിന്റെ മുകളിൽ നമ്മുടെ എല്ലാ ചിക്കന്റെ പീസസ് എല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞു. ചിക്കനെല്ലാം നമ്മൾ നിരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് സ്മോക്ക് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഒരു കരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കരി നന്നായിട്ട് ഒന്ന് കനലാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ സ്റ്റൗവിൽ ജസ്റ്റ് ഒന്ന് വെക്കുക. നല്ലതുപോലെ കനലായി. ഞാൻ ചോറിന്റെ മുകളിൽ ഒരു ചെറിയ ബൗൾ വെച്ച് അതിലൊരു അലുമിനിയം ഫോൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആ കനൽ വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നല്ലതുപോലെ സ്മോക്കായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ച് നല്ലതുപോലെ കടായി ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ മുകളിൽ ആ കടായിയുടെ മൂടി വെച്ച് നല്ലതുപോലെ അടച്ചു വയ്ക്കുക. നല്ല കനമുള്ള എന്തെങ്കിലും ഒരു സാധനം മുകളിൽ വെച്ച് നല്ലതുപോലെ ഇതുപോലെ ഒരു ആവി പുറത്തേക്ക് പോവാത്ത രീതിയിൽ നമുക്ക് നല്ലതുപോലെ അടച്ചു വയ്ക്കണം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പൊ അത് ആ കരി നമ്മളെടുത്ത് മാറ്റുക. ഇപ്പൊ നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണാം. കണ്ടില്ല, നമ്മുടെ അടിപൊളി ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുഴിയുടെ ആവശ്യമൊന്നുമില്ല ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ റെസിപ്പിയായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.